പരിഷത്തിന്റെ 61ാം സംസ്ഥാന വാർഷികം കോട്ടയത്ത് വെച്ച് നടന്നപ്പോൾ അവിടെ എടുത്ത ഒരു പ്രധാന തീരുമാനം എന്ന് പറയുന്നത് ഇത്തവണ നമ്മൾ പ്രധാനമായും ഊന്നൽ കൊടുക്കുന്നത് ബാലവേദി പ്രവർത്തനങ്ങൾക്കാണ്. അപ്പൊ വീണ്ടും വരും, നമ്മൾ നിരവധി മേഖലകളിൽ ഒരേ സമയം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ എന്തുകൊണ്ട് ബാലവേദി പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ സാഹചര്യം വിലയിരുത്തുമ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നവരാണ്. ദിവസേന എന്നോണം നമ്മൾ കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്ന വാർത്തകള്, നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മളെ വല്ലാതെ വേവലാതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ ഒരു വശത്ത് തകർക്കപ്പെടുന്നു. ശാസ്ത്രത്തിന്റെ നേരെയുള്ള വലിയ തോതിലുള്ള കടന്നുകയറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള കടന്നുകയറ്റം എന്ന് പറഞ്ഞാൽ ഇത്രയധികം അശാസ്ത്രീയതകളും ശാസ്ത്രനിരാസവും കപടശാസ്ത്രവും ഒക്കെ ഇത്രയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ മുമ്പ് ഒരിക്കലും ജീവിച്ചിട്ടില്ല. ശാസ്ത്രയുഗത്തിലാണ്, വിജ്ഞാന യുഗത്തിലാണ്, നിർമ്മിത ബുദ്ധിയുടെ ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇങ്ങനെ ശാസ്ത്രം അതിവേഗത്തിൽ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രബോധത്തിലും ശാസ്ത്രത്തിന്റെ രീതിയിലും ഒക്കെ തന്നെ വലിയ തോതിലുള്ള പുറകോട്ടടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടം തന്നെ അതിനെ കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ നമ്മളെ വേവലാതിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ക്ലാസ് മുറികളിലാണെങ്കിൽ എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പാഠ്യപദ്ധതി, ദേശീയ പാഠ്യപദ്ധതി നിലവിൽ വരാൻ പോകുന്നു. അതിനകത്ത് വന്നിട്ടുള്ള ശാസ്ത്രീയതകള്, അതോടൊപ്പം തന്നെ പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുന്ന പരിണാമ സിദ്ധാന്തവും അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളും ചരിത്രവും എല്ലാം തന്നെ. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇത് വെട്ടിമാറ്റപ്പെടുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായ ബോധമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വ്യാപകമായ ചർച്ചകൾ നടന്നതാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന വാർഷികം ബാലവേദി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ തോതിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തണമെന്ന തീരുമാനത്തിൽ എത്തിച്ചേരുന്നത്. എന്നാൽ അതിനെ കേവലം ഒരു ബാലവേദി പ്രവർത്തനമായി മാത്രം ചുരുക്കി കാണരുത്. ബാലവേദികളിലൂടെ നടക്കുന്ന ഒരു പ്രവർത്തനം എന്ന നിലയിലല്ല അതിനെ കാണേണ്ടത്. അതിനുമപ്പുറം സംഘടനയുടെ തന്നെ സവിശേഷ ശ്രദ്ധ ലഭിക്കുന്ന തരത്തിൽ വളരെ ആഴത്തിലുള്ള അതിവിപുലമായ പരിപാടി, ഇൻഡെപ്തായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള വലിയ ഒരു പരിപാടിയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അത് ബാലവേദി മാത്രമല്ല, അതോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസ വിഷയസമിതിയും നമ്മുടെ മാസികകളും അതുപോലെ തന്നെ നമ്മുടെ യുവസമിതിയും ജെൻഡറും എല്ലാ വിഷയസമിതികളും ഉപസമിതികളും ഒരുമിച്ച് ചേർന്ന് സമാനമായിട്ട് ഒരുപോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ച തരത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ശില്പശാലയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇപ്പോൾ ബാലവേദികളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിമിതമായ ബാലവേദികളേ ഉള്ളൂ. വളരെ ബാലവേദികൾ ഉണ്ടെങ്കിൽ തന്നെ മുമ്പ് നമ്മൾ നടത്തിയിരുന്നത് പോലെ ഒരു നൈരന്തര്യം ബാലവേദി പ്രവർത്തനങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ്. നൈരന്തര്യം ഇല്ല എന്ന് പറയുമ്പോൾ മാസത്തിലൊരു ബാലോത്സവത്തിനോ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങൾക്കോ ബാലവേദി കൂടുന്നു, പിന്നീട് എപ്പോഴെങ്കിലും ഒരു പുതിയ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും കൂടുന്നു. അങ്ങനെ ഒരു കൃത്യമായ ഒരു ഫോക്കസ് നൽകിക്കൊണ്ടുള്ള ബാലവേദി പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ ഒരു പരിമിതിയാണ്. അതോടൊപ്പം നാട്ടില് ബാലവേദികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എന്ത് പേര്, ബാലവേദി പലതരത്തിലാണ് പേരുകൾ. എന്തായാലും ഒരുപാട് ബാലവേദികൾ ഒക്കെ തന്നെ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു കുന്തമുനയോട് കൂടിയാണ് ഓരോ ബാലവേദികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം തങ്ങളുടെ ബാലവേദികളിലൂടെ നടപ്പാക്കേണ്ടത് എന്താണെന്ന്. കൃത്യമായ അജണ്ട വെച്ചുകൊണ്ടുള്ള ബാലവേദികൾ നാട്ടിൽ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മളാണെങ്കിൽ ഈ പ്രവർത്തനങ്ങളിൽ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ മറ്റ് ബാലക്കൂട്ടങ്ങളിൽ നിന്ന് നമ്മുടെ ബാലവേദികളെ വ്യതിരിക്തമാക്കുന്നത് ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ ശാസ്ത്രീയമായ പ്രപഞ്ച വീക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ശാസ്ത്രത്തിന്റെ രീതി അനുവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു കൂട്ടം കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും വാർത്തെടുക്കുക എന്ന് പറയും. അച്ചിലിട്ട് വാർത്തെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. മനോഭാവത്തിൽ മാറ്റം വരണം. പഠിക്കുന്ന ശാസ്ത്രത്തിന്റെ തന്നെ ആ ശാസ്ത്രം എന്നതിൽ നിന്നും ശുദ്ധശാസ്ത്രം എന്നതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ശാസ്ത്രത്തിന്റെ രീതി മനസ്സിലാക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോ
ബാലവേദികളുടെ എണ്ണം കൂട്ടുന്നതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവർത്തനത്തിൽ വരുത്തേണ്ട മാറ്റവും കാലത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. നമ്മൾ മുമ്പ് ജീവിച്ചിരുന്ന കാലത്തല്ല ഇന്ന് ജീവിക്കുന്നത്. നമ്മളുടെ ഒരു കുട്ടിക്കാലവും ഇപ്പോഴത്തെ കുട്ടികളുടെ കുട്ടിക്കാലവും തമ്മിലുള്ള വ്യത്യാസം, അവർ ജനിച്ചു വീഴുന്നത് തന്നെ സാങ്കേതിക വിദ്യകളുടെ ലോകത്താണ്. സാങ്കേതിക വിദ്യകളിൽ അവർ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മളാണെങ്കിൽ പ്രായമായ ആളുകൾ അതിൽ നിന്ന് പുറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, ഏത് യുഗത്തിൽ ജനിച്ചു വീണാലും ഏതു തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ വ്യാപൃതരായാലും കുട്ടികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ആ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. കുട്ടികൾ ജിജ്ഞാസയുള്ളവരാണ്, അവർ അംഗീകാരം ആഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾക്ക് അത് പുറത്തെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം. അത്തരത്തിൽ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അത്തരത്തിലുള്ള അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആ ചിന്തയ്ക്കോ മനോഭാവത്തിനോ ഒരു മാറ്റവും ഇല്ല എന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ട്. അപ്പൊ എങ്ങനെയാണ് പരിഷത്ത് ബാലവേദി മേഖലയിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്കറിയാം, മലയാളത്തിൽ ശാസ്ത്ര പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തന ലക്ഷ്യത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട നമ്മുടെ സംഘടന വളരെ കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. നമ്മൾ വികസനത്തെയും പരിസരത്തെയും കുറിച്ച് പറയുമ്പോൾ നമ്മൾ സുസ്ഥിര വികസനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആരോഗ്യരംഗത്തെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടറും മരുന്നും ആശുപത്രി ആയാലൊന്നും ആരോഗ്യമാവില്ല. അതിനോട് ചേർന്ന് നിൽക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ നമ്മുടേതായ അടിസ്ഥാനപരമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പരിഷത്തിന്റെ രൂപീകരണ കാലത്തെ ആദ്യ കാലങ്ങളിൽ ഏറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു മേഖലയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. 1965 NCERT പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചപ്പോൾ ഇന്നത്തെ പോലെ പരിശീലനങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് ടീച്ചേഴ്സ് ട്രെയിനിങ് എന്ന നിലയിൽ കോളേജ് അധ്യാപകരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഔപചാരികമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നത്. കോളേജ് അധ്യാപകരെ ഉപയോഗിച്ചുകൊണ്ട് പരിശീലനം നടത്തുക എന്ന് പറഞ്ഞിട്ട് വളരെ സ്വീകാര്യത കിട്ടിയ ഒരു പ്രവർത്തനമായിരുന്നു അത്. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് സയൻസ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വളരെയധികം കേട്ടും പരിചയിച്ചും പ്രവർത്തിച്ചൊക്കെ പരിചയമുള്ളതാണ്. പക്ഷേ സ്കൂളുകളിൽ ശാസ്ത്ര ക്ലബ്ബുകൾ തുടങ്ങുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം തുടങ്ങി വെച്ചതും ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. ശാസ്ത്ര ക്ലബ്ബുകൾ തുടങ്ങി വെക്കുക 1970 ശാസ്ത്ര ക്ലബ്ബുകൾ. അങ്ങനെ സ്കൂളുകളിൽ പോകുന്നു, പരീക്ഷണങ്ങൾ ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസ വകുപ്പിൻ്റെതായി സ്കൂളുകളിൽ കിട്ടുന്ന ഉപകരണങ്ങൾ അവർക്ക് പ്രവർത്തിപ്പിക്കാനുള്ള അജ്ഞതയും ശേഷിക്കുറവൊക്കെ ഇല്ലാതാക്കി കിറ്റുകളൊക്കെ തുറന്ന് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് ശാസ്ത്ര ക്ലബ്ബുകൾ 1000 ശാസ്ത്ര ക്ലബ്ബുകളാണ് നമ്മൾ ലക്ഷ്യമിട്ടതെങ്കിലും നമുക്ക് ഒരു 1500ഓളം ശാസ്ത്ര ക്ലബ്ബുകൾ അന്ന് പരിഷത്തിനോട് എഫിലിയേറ്റ് ചെയ്ത് സ്കൂളുകളിൽ ഉണ്ടായി എന്നാണ്. അപ്പോൾ ജനങ്ങൾ എന്താണോ വിദ്യാഭ്യാസ രംഗത്ത് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത്തരം പ്രവർത്തനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം കുട്ടികൾ ഇങ്ങനെ കേവലമായ ശാസ്ത്രം പഠിച്ചുകൊണ്ട് പാഠപുസ്തകത്തിലെ ഒരു കാര്യങ്ങൾ മനഃപ്പാഠം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പോരാ എന്ന ചിന്തയോട് കൂടിയിട്ടാണ് പിന്നെ നമ്മൾ നമ്മുടെ ശാസ്ത്ര മാസികകൾ ഇറക്കാനുള്ള തീരുമാനത്തിലെത്തുന്നത്. അങ്ങനെയാണ് 1969 ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ശാസ്ത്ര കേരളവും 70 നമ്മൾ യുറീക്കയും പുറത്തിറക്കുന്നത്. അതായത് അവരുടെ പാഠപുസ്തകത്തിന്റെ കണ്ടന്റിന്റെ അനുപൂരകമായി കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രബോധവും ശാസ്ത്രീയമായ പ്രപഞ്ചവീക്ഷണവും കുട്ടികളിൽ ഉണ്ടാകണമെന്ന ചിന്തയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ 2 ശാസ്ത്ര മാസികകളും നമ്മൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് ഇന്നും ഒരു മുടക്കവുമില്ലാതെ നമുക്ക് അതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളിൽ നിന്ന് ഒട്ടും തന്നെ വ്യതിചലിക്കാതെ ഇന്നും ആ മാസികകൾ അതേ രീതിയിൽ തുടർന്നുകൊണ്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പല ശാസ്ത്രജ്ഞരും ഇപ്പോഴും ഞങ്ങളിൽ ശാസ്ത്രബോധം ഉണ്ടാക്കിയത്, ഞങ്ങൾക്ക് ശാസ്ത്രത്തോടെ ഇത്രയധികം താല്പര്യമുണ്ടാക്കിയത് പരിഷത്തിന്റെ ശാസ്ത്ര മാസികകളാണെന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് കേൾക്കാം. ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് യുറീക്കയും ശാസ്ത്ര കേരളവും ഒക്കെ തന്നെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാന പരീക്ഷകൾ യുറീക്ക വിജ്ഞാന പരീക്ഷ തൃശ്ശൂർ ജില്ലയിലെ
പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന രീതിയിലാണ് തുടങ്ങിയത്. പിന്നീട് അത് വർക്കൗട്ട് ആകുമെന്ന ചിന്തയിൽ തന്നെ മനസ്സിലായപ്പോൾ തന്നെ അത് സംസ്ഥാനത്തൊട്ടാകെ അത് വ്യാപിപ്പിക്കുകയാണ് ഉണ്ടായത്. സമാനമായി ശാസ്ത്ര കേരളം വിജ്ഞാന പരീക്ഷ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മെത്തഡോളജികൾ നമ്മളതിൻ്റെ ദാർശനിക തലം മനസ്സിലാക്കിയിട്ടൊന്നും അല്ലെങ്കിൽ പോലും പലതരത്തിലുള്ള മെത്തഡോളജികൾ അവലംബിച്ചുകൊണ്ട് കുട്ടികളുടെ മനസ്സിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഇത്തരം പരീക്ഷകളിലൂടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പിന്നീട് അത് വിജ്ഞാനോത്സവമായ ചരിത്രത്തിലേക്ക് ഒന്നും തന്നെ ഞാൻ കടക്കുന്നില്ല. പിന്നീടാണ് ഈ 1978 ആയപ്പോഴേക്കും നമ്മൾ യുറീക്ക ബാലവേദികളും ശാസ്ത്ര കേരളം ക്ലബ്ബുകളൊക്കെ രൂപീകരിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. അങ്ങനെ രൂപീകരിക്കാൻ തുടങ്ങിയപ്പോൾ 81-82 കാലഘട്ടമായ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നത് 66 ബാലവേദികൾ മാത്രമായിരുന്നു. എന്നല്ല അതിനകത്ത് നടക്കുന്ന ഗുണപരമായ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നതെങ്കിൽ ആ ബാലവേദികളെല്ലാം തന്നെ നന്നായി പ്രവർത്തിക്കുന്നവയായിരുന്നു. നമ്മൾ 1982 നമ്മൾ ബാലവേദി ദിനമായിട്ട് CV രാമന്റെ ജന്മദിനമായ നവംബർ 7 ബാലവേദി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിക്കുകയും നമ്മൾ അപ്പോഴാണ്. പിന്നീട് നമ്മൾ ശാസ്ത്രവാരമായിട്ട് മേരി ക്യൂറിയുടെ ജന്മദിനവും ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമൊക്കെയായി ബന്ധപ്പെട്ട് നവംബർ 7 തുടങ്ങി 14 വരെ ശാസ്ത്രവാരവും ശാസ്ത്രവർഷമൊക്കെ തന്നെ നമ്മൾ ആചരിച്ചിട്ടുണ്ട്. പക്ഷെ നവംബർ 7 CV രാമന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നമ്മൾ ബാലവേദി നമ്മൾ ദിനമായിട്ട് ആചരിക്കുന്നു. ഇങ്ങനെ നമ്മൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സന്നദ്ധ സംഘടന എന്ന നിലയിൽ ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു പരിമിതി ഉണ്ട് എന്നതിനാലാണ് നമ്മൾ വിദ്യാലയങ്ങൾക്ക് പുറത്തായിട്ട് ബാലവേദികൾ ഇങ്ങനെ പച്ചപിടിപ്പിച്ച് കൊണ്ടുവരാനുള്ള കാരണം അത് തന്നെയാണ്. നമ്മുടെ വിദ്യാഭ്യാസ ആശയങ്ങളെ അതിനെ പരീക്ഷിച്ചു നോക്കിയും പ്രയോഗവൽക്കരിച്ചും ഒരു ലാബ്, ഒരു പരീക്ഷണശാല എന്ന നിലയിലാണ് ബാലവേദികളെ നമ്മൾ വിദ്യാലയത്തിന് പുറത്തുള്ള പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ആശയങ്ങൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക, അതിനുള്ള പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് എന്ന നിലയിൽ നമുക്ക് ഔപചാരിക വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊടുക്കാൻ നിരവധി കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസം ഇന്നത്തെ രീതിയിൽ ഇവിടെ എത്തി നിൽക്കുമ്പോൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലും അതുപോലെ പാഠപുസ്തക നിർമ്മാണത്തിലൊക്കെ തന്നെ പരിഷത്തിന്റെ ഈ ബാലവേദി രംഗത്തുള്ള അനൗപചാരിക ഇടപെടലുകളിൽ നിന്ന് കിട്ടിയ ആ മുതൽക്കൂട്ട് വളരെയധികം അതിന് സഹായിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. നമ്മൾ ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ നിർമ്മാണ സമയത്ത് പോലും കേരളത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ അവൾ പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ്. 96 പുതിയ പാഠ്യപദ്ധതി നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറയുന്ന ABC ക്ലാസ് റൂം, ആക്ടിവിറ്റി ബേസ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്ന ശിശു കേന്ദ്രീകൃതവും പ്രവർത്തനാധിഷ്ഠിതവും പരിസര ബന്ധിതവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ബാലവേദിയിലൂടെ ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അന്ന് ഒരിക്കലും ഒരു സൈദ്ധാന്തിക അടിത്തറയോട് കൂടിയിട്ടല്ല നമ്മളതൊന്നും ചെയ്തത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് കണ്ടറിഞ്ഞ ഒരുപാട് അധ്യാപകര് ഈ രംഗത്തേക്ക് കടന്നു വരികയും കുട്ടികളുടെ മാനസിക തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എങ്ങനെയാണ് ജനാധിപത്യപരമായി കുട്ടികളുടെ കഴിവുകളെ പരിഗണിച്ചുകൊണ്ട്, അവരുടെ ക്രിയേറ്റിവിറ്റിയെ പരിഗണിച്ചുകൊണ്ട്, സർഗാത്മകതയെ പരിപോഷിപ്പിച്ചുകൊണ്ട് വിദ്യാലയത്തിനകത്തും ക്ലാസുകൾ നടത്താമെന്നുള്ള ആ തിരിച്ചറിവ്, അതിനുള്ള അവസരങ്ങളൊക്കെ തന്നെ ഈ അധ്യാപകർക്ക് അന്ന് ഉണ്ടായി എന്നുള്ളതാണ് അവിടെ പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ട കാര്യം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് തുടർച്ചയായി ബാലവേദിക്ക് കൈപ്പുസ്തകം ഉണ്ടാക്കുന്നു. ഈ കൈപ്പുസ്തകം തന്നെ നിരന്തരം പരിഷ്കരിച്ചുകൊണ്ട് അത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കുന്നു, പുസ്തകങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ഇട്ടം കൂടി പല തരത്തിൽ വന്നിട്ടുള്ള ഇതിനെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ പ്രസിദ്ധീകരണ സമിതി സ്വന്തമായിട്ട് നമ്മൾ പുസ്തകം ഇറക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ, പ്രസിദ്ധീകരണ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ, നമ്മുടെ പ്രസിദ്ധീകരണ സമിതി അല്ലാതെ നമ്മൾ അതിനു മുമ്പ് പുസ്തകം ഇറക്കിയിട്ടുണ്ട്. പക്ഷെ പ്രസിദ്ധീകരണ സമിതി ആദ്യമായിട്ട് പുസ്തകം ഇറക്കിയപ്പോൾ 11 പുസ്തകങ്ങളുടെ ഒരു കിറ്റാണ് അന്ന് ഇറക്കിയത്. ഗലീലിയോ, S. ശിവദാസിന്റെ, അതുപോലെ MP പരമേശ്വരൻ്റെ ഉണ്ട്, ഡോക്ടർ അച്യുതൻ, CG PKR, അങ്ങനെ AP ജയരാമൻ, അങ്ങനെ 11 അത് നമ്മൾ വളരെ കൃത്യമായി വിഷയം തിരഞ്ഞെടുക്കുകയും എഴുതേണ്ടവരെ തിരഞ്ഞെടുക്കുകയും അവരോട് പോയി പറഞ്ഞ് ആ പുസ്തകങ്ങൾ അച്ചടിക്കുകയാണ് ചെയ്തത്.
നമ്മൾ 4000 പുസ്തകങ്ങളാണ് അന്ന് ചാർജ് ചെയ്തെങ്കിലും പ്രീ പബ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് അപ്പോൾ തന്നെ 8000 പുസ്തകങ്ങൾ പിന്നെ വിറ്റഴിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ വീണ്ടും അച്ചടിക്കേണ്ട തരത്തിലേക്ക് ആ പുസ്തകങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞ് പിന്നീടാണ് 1980 അന്താരാഷ്ട്ര ശിശുവർഷത്തോടനുബന്ധിച്ച് സയൻസ് ക്രീം കുട്ടികൾക്ക് 50 പുസ്തകങ്ങളുടെ ഒരു സമ്മാനപ്പെട്ടിയാണത്, സയൻസ് ക്രീം എന്ന് പറയുന്ന. ഈ സയൻസ് ക്രീം പിന്നെ പുറത്തിറക്കി കഴിഞ്ഞ് അതിൻ്റെ ഒരു മുഖക്കുറിപ്പ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാനൊന്ന് വായിക്കുകയാണ്. സയൻസ് ക്രീം 1980 പുറത്തിറക്കിയപ്പോൾ അതിൻ്റെ ഒരു മുഖക്കുറിപ്പ് ഇപ്രകാരമായിരുന്നു: അന്താരാഷ്ട്ര ശിശുവർഷം പ്രമാണിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊച്ചു കൂട്ടുകാർക്ക് സമർപ്പിക്കുന്ന ഉപഹാരമാണ് സയൻസ് ക്രീം. നാം ജീവിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ചും ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ പ്രപഞ്ച രഹസ്യങ്ങളുമായി മല്ലടിച്ചും ഇടപഴകിയും വികസിച്ചു വന്ന മനുഷ്യ സമൂഹത്തെക്കുറിച്ചും മനുഷ്യനെ അജയനാക്കുന്നതിൽ ഏറ്റവും പ്രമുഖമായ പങ്കുവഹിച്ചിട്ടുള്ള ശാസ്ത്രത്തെക്കുറിച്ചും പൊതുവായ ഒരു ചിത്രം കാണിച്ചു തരാനാണ് ഈ പുസ്തകത്തിലൂടെ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ഭാവിയുടെ വാഗ്ദാനങ്ങളായ കൊച്ചു കൂട്ടുകാരെ കൂടുതൽ മിടുക്കന്മാരും മിടുക്കുകളുമാക്കി തീർക്കാൻ ഈ സംരംഭം ഉതകുമെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. നമുക്ക് 1980 നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഇന്ന് ഇത്രയും കാലം 2024 എത്തി നിൽക്കുമ്പോഴാണ് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിലൂടെയും പാഠപുസ്തക പരിഷ്കരണത്തിലൂടെയും ഈ ആവശ്യം വേണ്ട പരിണാമം പോലുള്ള എങ്ങനെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള മൂലകങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാന ധാരണകൾ കൊടുക്കുന്ന ആ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പഞ്ചഭൂത സിദ്ധാന്തമൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ അതിനെ ബോധപൂർവം മാറ്റി കുട്ടികളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അശാസ്ത്രീയകൾ പെരുപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ സമയത്താണ് 1980 പരിഷത്ത് പുറത്തിറക്കിയ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മുഖക്കുറിപ്പ് നമ്മുടെ ശ്രദ്ധയിലേക്കായിട്ട് ഞാനത് വായിച്ചു എന്നേ ഉള്ളൂ. പിന്നീട് തുടർന്ന് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഉള്ള പുസ്തകങ്ങൾ, പിന്നെ ഇടക്കാലത്ത് മറ്റ് റെഫറൻസ് പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പിന്നെ കൂടുതൽ പുസ്തകങ്ങൾ ഇറക്കുന്നത് 2000-ന് ശേഷമാണ്. അത് നമുക്കറിയാം. പുസ്തക പൂമഴയുടെ 2 സെറ്റ് ഇറക്കി, വിജ്ഞാന പൂമഴ, അക്ഷര പൂമഴ, പിന്നെ വിജ്ഞാന രാജി, അതുപോലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ കുരുന്നില, വളരെ വ്യാപകമായി നമ്മൾ പ്രചരിപ്പിച്ച കുരുന്നില. ഇതൊക്കെ തന്നെ പുസ്തക പ്രസാധക രംഗത്ത് കുട്ടികൾക്ക് വേണ്ടി ഇറക്കി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ബാലവേദിയുമായി ചേർന്ന്, പരിഷത്തും കുട്ടികളും എന്ന് പറയുമ്പോൾ അതുമായി ചേർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കേവലമായ കളികളും പാട്ടുകളും ഓറിഗാമിയും പരീക്ഷണങ്ങൾക്കും അപ്പുറം ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ബാലവേദി പ്രവർത്തനങ്ങൾക്ക് ഒരു സമഗ്രത കൈവരികയുള്ളൂ എന്ന ഒരു മനസ്സിലാക്കൽ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തേണ്ടതുണ്ട്. പരിശീലനങ്ങൾ, നിരന്തരമായ പരിശീലനങ്ങൾ, വിദഗ്ധരായ അധ്യാപകരെ വെച്ചുകൊണ്ട്, വിദഗ്ധരായ പ്രവർത്തകർ, അധ്യാപകർ ഇൻ ദ സെൻസ് BA, B.Ed, TTC ബിരുദമുള്ള അർത്ഥത്തിലല്ല, നന്നായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന, ശാസ്ത്രത്തെ നന്നായി കൈകാര്യം ചെയ്യുന്നതിനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്നതിനും ഒരുപാട് കഴിവുകളുള്ള നമ്മുടെ പ്രവർത്തകരും മറ്റാളുകളും കൂടിയുണ്ട്. അവരൊക്കെ തന്നെ കൂടെ കൂട്ടിക്കൊണ്ട് ഒരുപാട് പരിശീലനങ്ങൾ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വായിക്കാൻ പോകുന്നതിലൊക്കെ തന്നെ വിശദമായി അതുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോഴാണ് സംഘക്കളികളും സംഘബോധമുണ്ടാക്കുന്നത്. ഇന്നത്തെ സമൂഹം നമ്മളെ കാണാനായി ആഗ്രഹിക്കുന്നത് വ്യക്തികളായിട്ടാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ന് പബ്ലിക് ഗുഡിനല്ല, പ്രൈവറ്റ് ഗുഡിനാണെന്നാണ്. മത്സരയുഗത്തിൽ ജീവിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. എൻ്റെ അങ്ങേപ്പുറം ഇങ്ങേപ്പുറം ഇരിക്കുന്നവർ എൻ്റെ ശത്രുക്കളാണെന്ന് കാണാനാണ് നമ്മളെ ഇപ്പോൾ കമ്പോളവും അതുപോലെ തന്നെ കോർപ്പറേറ്റുകളും മാർക്കറ്റും എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു കച്ചവടമാണ്, അതൊരു ലാഭാധിഷ്ഠിത പ്രക്രിയയാണ് എന്നൊക്കെ നമ്മളോട് വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മൾ ആ സംഘബോധത്തിൻ്റെ പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിൽ സംഘക്കളികൾ, പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിലൊക്കെ തന്നെ നമുക്ക് പലപ്പോഴും ഇന്ന് ദിവ്യന്മാരും ദിവ്യത്തികളൊക്കെ തന്നെ ചെയ്യുന്ന പലതിൻ്റെയും അതിന് നമുക്കൊന്ന് വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ട്. ഇതെങ്ങനെയാണ് വായുവിൽ നിന്ന് വിഭൂതി എടുക്കുന്നതും മഞ്ഞകൾ എന്താണ് പലതരത്തിൽ ഇന്ന് നടക്കുന്ന ആ അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളെ പലപ്പോഴും പലരും അതിനെ ശാസ്ത്രീയമായി എന്ന് പറഞ്ഞ് സ്വീകരിക്കുമ്പോഴും ഇതാണ് നടക്കുന്നത്. അപ്പൊ കേവലമായ പരീക്ഷണങ്ങൾക്ക് അപ്പുറം ഈ പരീക്ഷണങ്ങളിലൂടെ ശാസ്ത്രത്തിന്റെ രീതി മനസ്സിലാക്കുന്നു.
മാടിക്കൊണ്ടിരിക്കുന്ന അശാസ്ത്രീയതകളുടെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്താനും ഇത്തരത്തിൽ കഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ പാവ നിർമ്മാണം, അതിൻ്റെ പാവ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിനെ ചമയം ഉണ്ടാക്കല്, പിന്നെ കളികള്, അതുപോലെ സ്കിറ്റുകള്, പഠനയാത്രകള്, പിന്നെ വിദ്യാലയത്തിനകത്ത് തന്നെ സയൻസ് ക്ലബ്ബുമായി ചേർന്നുകൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ, അത്തരത്തിൽ ഈ ഫീൽഡ് ട്രിപ്പൊക്കെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. പുതിയ പാഠ്യപദ്ധതി വന്നപ്പോഴാണ് നമ്മൾ വാതിൽപ്പുറ പഠനം എന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ബാലവേദിയിൽ നിന്ന് ഒരിക്കൽ അവിടെ മാംസ ഇറച്ചിവിട്ട് കഴിഞ്ഞിട്ടുള്ള എല്ലൊക്കെ കൊണ്ടിടുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു തുരുത്ത് പോലുള്ള സ്ഥലമാണ്. ഞങ്ങൾ കുട്ടികളെ അങ്ങോട്ടാ കൊണ്ടുപോയത്. ചെല്ലുമ്പോൾ ആ തുരുത്ത് മുഴുവൻ എല്ലും കൂമ്പാര, എല്ലിട്ടിട്ടിട്ടിട്ട് അതിൽ മല പോലെ വളർന്ന് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന ചിന്തയൊക്കെ ഉണ്ടാവുന്നത്. അത്തരത്തിൽ അങ്ങനെയാണ് നമ്മൾ ആശുപത്രി സന്ദർശിക്കുന്നത്, നമ്മുടെ പൊതുസ്ഥാപനങ്ങളിലേക്കൊക്കെ തന്നെ സന്ദർശനം നടത്തുന്നതൊക്കെ. അതൊക്കെ പിന്നീട് ഔപചാരികമായ പാഠ്യപദ്ധതിയുടെ ഭാഗമായി കടന്നു വന്നപ്പോൾ നമ്മളത് പറയാതായി, അതിൻ്റെ ആവശ്യമില്ല. അത് ഔപചാരികമായി തന്നെ പാഠപുസ്തകത്തിലേക്കും പാഠ്യപദ്ധതിയിലേക്കൊക്കെ കയറി വന്നു കഴിഞ്ഞു. അതുപോലെ നമ്മൾ ചെയ്ത മറ്റൊരു വലിയ പ്രവർത്തനമായിട്ട് പരിഗണിക്കേണ്ടത് ഒരു പഠനോപകരണ നിർമ്മാണ ശില്പശാല. അരവിന്ദ് ഗുപ്ത ആണ് അത് ചെയ്യാനായിട്ട് വന്നത്. ഷായ് സാറിനൊക്കെ വേണമെങ്കിൽ നേരിട്ട് പരിചയം ഉണ്ടാവും, അരവിന്ദ് ഗുപ്തനെ വേണമെങ്കിൽ. തൃശ്ശൂരുള്ള ശില്പശാലയിൽ ഞാനത് പങ്കെടുക്കുകയുണ്ടായി. അതായത് അരവിന്ദ് ഗുപ്ത ആരാധന ചോദിച്ച സയന്റിസ്റ്റാണ്. കുട്ടികൾക്ക് വേണ്ടി വേസ്റ്റ് മെറ്റീരിയൽ, പാഴ്വസ്തുക്കളിൽ നിന്ന് പിന്നെ ലേണിംഗ് എയ്ഡ്സ് ഉണ്ടാക്കുന്ന ആളാണ്, വിവർത്തകനാണ്, പുസ്തകം എഴുതുന്ന പല തരത്തിൽ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ പറ്റും. മധ്യപ്രദേശിലെ ഓഷങ്കാബാദ് സയൻസ് ടീച്ചിങ് പ്രോഗ്രാം ഒക്കെ നിങ്ങൾ പിന്നീട് നോക്കേണ്ടതാണ് കേട്ടോ. ഓഷങ്കാബാദ് സയൻസ് ടീച്ചിങ് പ്രോഗ്രാം ഒക്കെ നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇപ്പോഴും നമുക്ക് അവരായിട്ട് ബന്ധമുണ്ട്. അവരൊക്കെ ഇപ്പോഴും ഇപ്പം നമ്മൾ SSKയുടെ ഭാഗമായി നടക്കുന്ന പല പരിപാടികളിലൊക്കെ തന്നെ ഈ ഓഷങ്കാബാദ് സയൻസ് ടീച്ചിങ് പ്രോഗ്രാം, അതായത് 6ാം ക്ലാസ് തുടങ്ങി 8ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളിൽ ശാസ്ത്രാവബോധം ഉണ്ടാക്കുന്നതിനും ശാസ്ത്ര പഠനത്തിൽ കൂടുതൽ താല്പര്യം ഉണ്ടാക്കുന്നതിനും വേണ്ടി 2 വോളണ്ടറി ഓർഗനൈസേഷൻസ് മധ്യപ്രദേശ് സർക്കാരിൻ്റെ തന്നെ അനുമതിയോടുകൂടി നടക്കുന്ന ഒന്നാണ് ഈ സയൻസ് ടീച്ചിങ് പ്രോഗ്രാം. ഡൽഹി IITയുമായിട്ടും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചുമായിട്ടൊക്കെ തന്നെ അവർക്ക് ടൈപ്പ് ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെയൊക്കെ ഒരു പ്രധാന പ്രവർത്തകനാണ്. നമ്മളിപ്പോൾ എപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കൊക്കെ വിളിക്കുന്ന അനിത രാംപാലൊക്കെ തന്നെ അതിൻ്റെ പ്രവർത്തകയാണ്. ഗീത, അവർ പലരും നമുക്ക് എപ്പോഴും കേരളത്തിൽ വന്ന് പരിഷത്തുമായി ബന്ധപ്പെടുകയും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ ഈ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് എങ്ങനെയാണ് ലേണിംഗ് എയ്ഡ് ഉണ്ടാക്കുക, അരവിന്ദ് ഗുപ്തയുടെ പുസ്തകവും നമ്മൾ ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്ന് പറയുന്ന പുസ്തകവും നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ലേണിംഗ് എയ്ഡ് എങ്ങനെയാണ് ട്രാഷ് ആയിട്ടുള്ള ഈ മെറ്റീരിയലിൽ നിന്ന് ഉണ്ടാക്കുക എന്ന് പറയുന്ന ശില്പശാല. അപ്പൊ ഇത്തരത്തിലുള്ള ശില്പശാലകളൊക്കെ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകത ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ആ സമയത്താണ് നമ്മൾ നമ്മുടെ ദിവാസ്വപ്നവും ടോട്ടോച്ചാനും അതുപോലെ ടീച്ചറും പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് അതൊക്കെ തന്നെ പ്രസിദ്ധീകരിച്ചതൊക്കെ തന്നെ. അരവിന്ദ് ഗുപ്തന് നമുക്ക് ഒരുപാട് പുസ്തകങ്ങളുടെ ലിസ്റ്റ് തന്നെ തരും. പരിഷത്ത് അത് തർജ്ജമ ചെയ്തോളൂ, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് പുസ്തകങ്ങൾ തന്നെ അദ്ദേഹം നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു. പിന്നെ നമ്മൾ ബാലോത്സവങ്ങൾ, നമ്മൾ നടത്തിയ ബാലോത്സവങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് അവശ്യം കൊണ്ടുവരേണ്ട ഒന്നാണ്. ബാലോത്സവങ്ങൾ നടത്തുക എന്ന് പറയുമ്പോൾ അഖിലേന്ത്യാ ബാലോത്സവം തൃശ്ശൂർ കേരളവർമ്മയിൽ വെച്ച് നടക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന അതിഥി ആതിഥേയ രൂപത്തിലുള്ള ആ ഒരു ബന്ധം അവിടെ നടക്കുന്ന. അപ്പം നമ്മൾ വിചാരിക്കും അതൊരു ലാംഗ്വേജ് ബാരിയർ അല്ലേ, എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഇവിടെ മറ്റുള്ളവരുമായി ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് ഭാഷ തടസ്സമാകില്ലേ എന്നുള്ള ഒരു ചിന്ത, അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് വെളിപ്പെടുത്തി തരുന്നതാണ് അഖിലേന്ത്യാ ബാലോത്സവം. കുട്ടികൾ കളിക്കാനും ഇടപഴകാനും തുടങ്ങുമ്പോൾ അവർക്ക് അവിടെ ഭാഷ ഒരു പ്രശ്നമല്ല. എങ്ങനെയെങ്കിലും ആ പഠനത്തിൻ്റെ ആ കളിയുടെ റൂൾ അവർ തീരുമാനിക്കുന്നു. അവർ തന്നെ ഭാഷ തടസ്സമില്ലാതെ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് ഓൾ ഇന്ത്യ പീപ്പിൾ സയൻസ് നെറ്റ്വർക്കിൻ്റെ സഹായത്തോടും അവരും കൂടി ഉൾച്ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ. 1000-ലധികം കുട്ടികളാണ് അന്ന് അവിടെ പങ്കെടുത്തിരുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജനകീയ പഠനോത്സവമായിട്ട് നമുക്ക് ഒരുപക്ഷെ 87-ൽ കേരളവർമ്മയിൽ നടന്ന അതിനെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. പിന്നീട് ഒരു 5 കൊല്ലം കഴിഞ്ഞ് 92-ലാണ് കേച്ചേരിയിൽ ഒരു ഐക്യോത്സവം എന്ന് പറയുന്ന രീതിയിൽ ഇതുപോലെ മറ്റൊരു അഖിലേന്ത്യാ ബാലോത്സവം നടക്കുന്നു. പിന്നീടാണ് നമ്മുടെ ആലപ്പുഴയിൽ
സർഗോത്സവം നടക്കുന്നത്. ആലപ്പുഴയിൽ സർഗോത്സവം നടക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ജില്ലകളിലേക്കാണ് അന്യ സംസ്ഥാനത്തിൽ നിന്നുള്ള കുട്ടികൾ വരുന്നത്. അവിടെ 2-3 കേന്ദ്രങ്ങളിലായിട്ട് തൃശ്ശൂർ, അന്തിക്കാടും കുന്നംകുളത്തൊക്കെയാണെന്നാണ് എൻ്റെ ഓർമ്മ ഇത് നടത്തുന്നത്. ഇങ്ങനെ 3 ദിവസം ജില്ലകളിൽ ആതിഥേയ രൂപത്തിൽ കുട്ടികൾ പങ്കെടുത്തതിന് ശേഷമാണ് പിന്നീട് ഇവർ ആലപ്പുഴയിൽ ചെല്ലുന്നതും അവിടെ അഖിലേന്ത്യാ ബാലോത്സവത്തെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ബാലോത്സവത്തിൽ അവർ പങ്കാളികളാകുന്നതൊക്കെ തന്നെ അവിടെ വെച്ചിട്ടാണ്. പഠനം പാൽപായസം, അധ്യാപനം അതിമധുരം എന്ന് പറയുന്ന നമ്മുടെ ആ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയമൊക്കെ കൂടുതൽ നന്നായി പ്രാവർത്തികമാക്കാനായിട്ട് കഴിഞ്ഞ ഒന്നാണ്. ഇപ്പോഴും എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്, 87 എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നാളെ പറയുന്നത് ആരും കേട്ടു. ഇപ്പോഴും അവർ തമ്മിൽ ബന്ധപ്പെടലുണ്ട് എന്ന്. അന്ന് വീടുകളിൽ താമസിച്ച ആ കുട്ടികളും നമ്മുടെ കുട്ടികളും അന്യ സംസ്ഥാനത്തിലെ കുട്ടികളും തമ്മിൽ ഇപ്പോഴും ആ ബന്ധം നിർത്തിക്കൊണ്ടു പോകുന്ന കുട്ടികളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ പലതരത്തിൽ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുമ്പോഴാണ് 1990-കളായപ്പോഴാണ് നമുക്ക് ഇങ്ങനെ പോരാ, കുട്ടികളുടെ ശാസ്ത്രത്തിന്റെ രീതിയും ശാസ്ത്രാവബോധവും കൂടുതൽ കുട്ടികളുടെ ഉള്ളിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ പ്രോജക്റ്റ് മെത്തേഡ്, അന്വേഷണത്തിന്റെ രീതി കുട്ടികൾക്ക് ഒന്നുകൂടി കുട്ടികളുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടതുണ്ട്, പ്രവർത്തകരുടെയൊക്കെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടതുണ്ട് എന്ന ചിന്തയോട് കൂടിയിട്ടാണ് നമ്മൾ പ്രോജക്റ്റ് മെത്തേഡിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതിന് വേണ്ടി പ്രോജക്റ്റ് മെത്തേഡിലേക്ക് നമ്മൾ വരുന്നത്. 1990-ലാണ്. അതും ആലപ്പുഴയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളതെന്നാണ് ഓർമ്മ. അപ്പോൾ ഈ പ്രോജക്റ്റ് മെത്തേഡിൽ അപ്പോഴാണ് ഈ നമ്മൾ അന്നൊരു, നിങ്ങളത് വായിക്കുമ്പോൾ കാണും, പപ്പായ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പപ്പായ പ്രോജക്റ്റ്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു അന്വേഷണത്തിലൂടെ സ്വയം പഠനത്തിലേക്ക് നയിക്കുന്നതെന്നും എങ്ങനെയാണ് സ്വന്തമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നതെന്നും മറ്റ് പ്രവർത്തനങ്ങളുമായി ചേർന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മളന്ന് അറിവ് നിർമ്മിക്കുന്ന എന്ന് പറയുന്ന വാക്കൊന്നും തന്നെ നമ്മൾ കേട്ടിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് പുതിയ പാഠ്യപദ്ധതി, ഹവാർഡ് ഗാർഡറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് പുതിയ പാഠ്യപദ്ധതി വന്നപ്പോഴാണ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. ആ ഒരു സൈദ്ധാന്തിക അടിത്തറ വെച്ചുകൊണ്ടേയല്ല നമ്മൾ ബാലവേദി പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത്. പക്ഷെ ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് തിരിച്ചറിവ്. അപ്പോൾ അതാണ് നമുക്ക് നൽകുന്ന സന്തോഷം. ഇതൊന്നും അറിഞ്ഞിട്ടല്ല നമ്മളിത് ചെയ്തിരുന്നത്. പക്ഷേ who is there among your students without any ability at all എന്ന് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമിൽ എപ്പോഴും ഞങ്ങൾ അധ്യാപകർ സ്വയം ചോദിക്കുകയും മറ്റുള്ളവരോട് ചോദിക്കുകയും ചെയ്യുന്ന ചോദ്യമാണ്, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികളിൽ മുൻബെഞ്ചുകാരും പിൻബെഞ്ചുകാരും ഉണ്ടോ? ഒരു കഴിവുമില്ലാത്ത ഏത് കുട്ടിയാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നതിൽ ഉള്ളത് എന്ന് ചോദിക്കാനുള്ള ധൈര്യം നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അതൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് പ്രോജക്റ്റ് മെത്തേഡിനെ കുറിച്ചാണ്. അങ്ങനെ പപ്പായ പ്രോജക്റ്റ്, അതായത് പലതരത്തിലുള്ള പപ്പായകൾ, അതിൻ്റെ കർമൂസ് എന്ന് പറയാം അല്ലേ, എല്ലാവരും പപ്പായ എന്നല്ല പറയാം, കർമൂസും കായ എന്നൊക്കെ പറയും. പ്രാദേശികമായിട്ട് പലതരത്തിലാണ് പറയുന്നത്. അതിൻ്റെ ഇലകളുടെ വിന്യാസം, പപ്പായിൽ എന്ന് പറയുന്ന രാസാഗ്നി എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്, അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാക്കാൻ കഴിയുന്ന പലതരത്തിലുള്ള വിഭവങ്ങളെക്കുറിച്ച് അങ്ങനെ അന്വേഷണാത്മകമായ രീതിയിൽ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി പരിസരവുമായി ബന്ധപ്പെടുത്തി എങ്ങനെ ഒരു പ്രശ്ന പരിഹരണത്തിന് ശാസ്ത്രത്തെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. കേവലമായ ശാസ്ത്ര പഠനമല്ല, നമ്മളൊരു പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ടാണ്. ആത്മഹത്യ ചെയ്യാൻ അതാണോ അതിൽ നിന്നുള്ള ഒരു ഇത് പറയുന്നത്? നമുക്ക് വേണ്ടത്ര സന്തോഷം കിട്ടുന്നില്ല, അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറുമ്പോൾ മനസ്സ് തുറക്കാൻ ആരുമില്ല, അപ്പം നമ്മൾ ലഹരിക്ക് അടിമപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേക്ക് നമ്മൾ വഴിമാറി ചിന്തിച്ചു പോകുന്നു. അതാണോ വേണ്ടത്? അപ്പോൾ ശാസ്ത്ര വിദ്യാഭ്യാസം കൊണ്ട് കിട്ടേണ്ട ഒന്നാണ് പ്രോബ്ലം സോൾവിങ്ങിനുള്ളൊരു ശേഷി, പ്രശ്ന പരിഹരണത്തിനുള്ളൊരു ശേഷി ഉണ്ടാകുക എന്ന് പറയുന്നത് ശാസ്ത്ര പഠനം കൊണ്ട് ശാസ്ത്രത്തിന്റെ രീതി അനുവർത്തിക്കുമ്പോൾ കിട്ടേണ്ട ഒന്നാണ്. അത്തരത്തിൽ അത് ലഭിക്കാതെ പോയതിൻ്റെ കഷ്ടനഷ്ടങ്ങളാണ് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിൽ ഞാൻ അതിനകത്ത് വിശദമായി അതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് വായിച്ച് ഗ്രൂപ്പ് തിരിഞ്ഞ് വായിച്ചുള്ള ചർച്ച ഉണ്ടാകുന്നത് കൊണ്ട് അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. നമ്മൾ ഇന്നത്തെ കുട്ടികളെയും ഇന്നത്തെ ലോകത്തെയും നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ കുട്ടികൾ മുൻപുള്ള കുട്ടികളെ പോലെയാണോ? അവരുടെ ചിന്തയിൽ മാറ്റം വന്നിട്ടുണ്ടോ? അവരുടെ താല്പര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? അവരുടെ മനോഭാവം എങ്ങനെയാണ്? എന്താണ്? ആ ഒരു തലം കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ എപ്പോഴും പറയുമല്ലോ, മുന്നിലിരിക്കുന്ന ആളുകളുടെ അവരെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ
നേരത്തെ ഞാൻ പറഞ്ഞു, സാങ്കേതിക വിദ്യയുടെ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ആ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്? ശാസ്ത്രം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം മാത്രമാണോ? എങ്ങനെയാണ് ഒരു മൊബൈൽ വരുന്ന ഒരു വാർത്തയെയും ഒരു ഫേക്ക് ന്യൂസിനെയും നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ പോകുന്നത്? ക്യാമിലാരി കഴിച്ചാൽ എന്താണ് കരൾ രോഗം മാറുമെന്ന് പറയുമ്പോൾ എൻ്റെ ആർക്കെങ്കിലും ഒരു കരൾ രോഗമുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന മാത്രയിൽ കഴിച്ചു നോക്കിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കഴിച്ചു നോക്കിയാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്ന ചിന്ത, ആ ചിന്ത ഉണ്ടാകുന്നതാണ് പ്രശ്നം എന്ന് പറയുന്നത്. കിട്ടിയത് നമ്മളടക്കം ഇതിങ്ങനെ നമ്മൾ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോർവേഡ് ചെയ്തതിൽ യുക്തിയുടെ അംശമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ശാസ്ത്ര കേരളത്തിൽ കൂടെ ഒരു 2 കുട്ടികൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ നല്ല മാർക്ക് കിട്ടുന്നു. വായിച്ചിട്ടുണ്ടാവും. ഷൈസാൻ ആ കുട്ടികളുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ 2 കുട്ടികളാണെന്നാണ് ഓർമ്മ. ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന 2 കുട്ടികൾ അവരുടെ അധ്യാപകരോട് ചോദിക്കുകയാണ്, ഇങ്ങനെയാണ് പറയുന്നത്, എന്താണ് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുന്നു, അവിടുത്തെ കെട്ടിടമെല്ലാം അതുകൊണ്ട് പൊളിച്ചു മാറ്റി കിഴക്കോട്ട് ഉള്ള കെട്ടിടാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, വലിയ ആൾക്കാർ. അതാരാ പറഞ്ഞത്? അലക്സാണ്ടർ ജേക്കബാണ് പറഞ്ഞത്. അത് വലിയ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടുള്ള ഒരു സാധനമായതുകൊണ്ടാണ്. മുൻ DGP അലക്സാണ്ടർ ജേക്കബാണ് പറഞ്ഞത്. അപ്പൊ ടീച്ചറും പറഞ്ഞത് അങ്ങനെയാണ്, പറയുന്നത് വലിയ ആൾക്കാരല്ലേ, അതുകൊണ്ട് പറയുന്നത് ശരിയായിരിക്കുമെന്നാണ് ടീച്ചറും കൊടുത്ത ഉത്തരം. അലക്സാണ്ടർ ജേക്കബിനെ പോലുള്ള ഒരാൾ പറഞ്ഞതാണ്. കുട്ടികൾ അടങ്ങിയിരുന്നില്ല. കുട്ടികൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നെറ്റിൽ നിന്ന് മെയിൽ കണ്ടുപിടിക്കുന്നു, അവരങ്ങോട്ട് മെയിൽ അയക്കുന്നു, ഉടനെ തിരിച്ച് മറുപടി വരുന്നു. ഇങ്ങനെ സംഭവം ഇവിടെ നടന്നിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അലക്സാണ്ടർ ജേക്കബ് പറയുന്നത് ഒരു സന്യാസി പറയുന്നതാണ് ഞാൻ കേട്ടത്. സന്യാസി ശ്രേഷ്ഠനല്ലേ, അപ്പൊ സന്യാസി പറയുന്നത് ശരിയായിരിക്കുമെന്നാണ് അലക്സാണ്ടർ ജേക്കബ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ശാസ്ത്രം പഠിക്കുന്നവർ പറയുന്നത് ആരാണെന്നുള്ളതല്ല, പറയുന്നത് എന്താണെന്നുള്ളതിനാണ് അവർ പറഞ്ഞത്. നമ്മുടെ സംഘടനയ്ക്കും അതിനകത്തുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ഏത് മേഖലയിലും ആര് എന്ത് പറഞ്ഞാലും വലിപ്പച്ചെറുപ്പമില്ലാതെ അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ മറ്റ് സംഘടനയിൽ നിന്നുള്ള വ്യതിരിക്തത എന്നത്. അതാണ് ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ നമുക്ക് നമ്മുടെ ബാലവേദികളിലൂടെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് കഴിയണമെന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് എന്തിനേയും കണ്ണടച്ച് വിശ്വസിക്കലല്ല, പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ റോഡ് ലേണിംഗ് എന്ന പേരിൽ മനഃപാഠ പഠിക്കലല്ല, മറിച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരു മനസ്സ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമുക്ക് ഇത്തരത്തിൽ ഓർക്കാനുള്ളത്. അപ്പം നമ്മൾ സ്വയം നവീകരിക്കുക, അത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ കുട്ടിയെയും ഇന്നത്തെ ലോകത്തെയും പരിഗണിക്കുമ്പോൾ മുമ്പ് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു, അടിസ്ഥാനപരമായ കുട്ടികളുടെ പ്രകൃതത്തിന് മാറ്റമില്ലെങ്കിൽ പോലും അവരുടെ ഇടപഴകലിലും അവരുടെ ചിന്തയിലും അവരുടെ ഇഷ്ടത്തിലൊക്കെ തന്നെ താളമൊക്കെ തന്നെ നമ്മുടെ പണ്ടത്തെ താളാണോ, ദ്രുതഗതിയിലുള്ള താളാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അവരുടെ ഒരു ചലനാത്മകത, ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇഷ്ടാനിഷ്ടാനങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ സ്വയം നവീകരിച്ചും പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ രൂപീകരിച്ചും അതിനനുസൃതമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. ബലവേദി ഗാനങ്ങളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഒരു കോരിത്തരിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ ഓരോന്നും പാടുക. എങ്ങനെയാണ് നമ്മളത് പാടിക്കൊണ്ടിരിക്കുന്നത്? ഓരോന്നും പറയുമ്പോൾ ഒത്തുപിടിച്ചോളിൻ നിങ്ങൾ ഒന്നായി നിന്നോളിൻ, അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ നിങ്ങൾ കേട്ട്. അപ്പൊ ഒത്തുപിടിച്ചോളിൻ നിങ്ങൾ ഒന്നായി നിന്നോളിന്ന് നമ്മൾ പാടുമ്പോൾ നമുക്ക് നമ്മൾ അറിയാതെയുള്ള ഒരു ഉത്സാഹം മനസ്സിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ മട്ടിമരം കൊണ്ടുണ്ടാക്കണ തീപ്പെട്ടി, ഞാൻ അത് പറയാനുള്ള കാരണം എന്താണെന്നറിയാം, കൊച്ചു കുട്ടികളുണ്ടാക്കിയിടണ തീപ്പെട്ടി എന്ന് പറഞ്ഞ് നമ്മൾ പാടും. ഇപ്പൊ നമ്മുടെ കുട്ടികൾ ആരെങ്കിലും മട്ടിമരം കൊണ്ട് തീപ്പെട്ടി ഉണ്ടാക്കുന്ന കാടൊക്കെ കേൾക്കോ, തീപ്പെട്ടി തന്നെ എന്തായി ഔട്ട്ഡേറ്റഡ് ആയി പോയ കാലത്താണ്. അതാണ് ഞാൻ പറയുന്നത്. സ്വയം നവീകരിച്ചും പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചും പ്രായോഗിക പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അതിലുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 2 കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമുക്ക് ബദൽ നോബൽ സമ്മാനമായ റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് കിട്ടിയതോടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. അതിൽ സൈറ്റേഷനിൽ എഴുതിയിട്ടുള്ള ഒരു വാചകമാണ് ഞാൻ പറയുന്നത്. ഫോർ ഇറ്റ്സ് മേജർ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടാം ടു എ മോഡൽ ഓഫ് ഡെവലപ്മെന്റ് റൂട്ടഡ് ഇൻ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് പോപ്പുലർ പാർട്ടിസിപ്പേഷൻ. സാമൂഹിക നീതിയിലും ജനപങ്കാളിത്തത്തിലും വേരൂന്നിയ
ഒരു വികസന മാതൃകയ്ക്ക് മുഖ്യമായ സംഭാവന നൽകിയതിന്. വികസന മാതൃക എന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ നിരന്തരമായി വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ജീവിത ഗുണതയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ മാറ്റങ്ങൾ, അത് സാമൂഹ്യ നീതിയിലും അതുപോലെ തന്നെ പോപ്പുലർ പാർട്ടിസിപ്പേഷനിലും ജനപങ്കാളിത്തത്തിലും. അതുകൊണ്ടാണ് ഒരു ജനകീയ വിദ്യാഭ്യാസ പരിപാടിയായിട്ടാണ് ഈ ബാലവേദി പ്രവർത്തനങ്ങളെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. നമ്മൾ അശോക് മിത്ര കമ്മീഷനെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നൽകിയ വലിയൊരു സംഭാവനയാണ് അശോക് മിത്ര കമ്മീഷനെ നിയമിച്ചുകൊണ്ട് അശോക് മിത്ര കമ്മീഷന്റെ റിപ്പോർട്ട്. അതിനകത്ത് പാഠ്യപദ്ധതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. ബാലവേദിക്കും അത് ബാധകമാണ്. നോക്കൂ, സംസ്ഥാനം നൽകുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നയരേഖയോ ഒരു കൂട്ടം നിർദ്ദേശങ്ങളോ മാത്രമായി പാഠ്യപദ്ധതിയെ കാണാനാവില്ല. മറിച്ച് സമൂഹത്തിന്റെ ആവശ്യങ്ങളുമായി, ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു, സമൂഹത്തിന്റെ ആവശ്യങ്ങളുമായി ഇഴയെടുപ്പമുള്ള ഒരു സാമൂഹിക രേഖയാണ് പാഠ്യപദ്ധതി. ഇപ്പൊ നമ്മൾ പറയുന്നു ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ സോഷ്യൽ ഡോക്യുമെന്റ് ബട്ട് ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ഓൾസോ. പാഠ്യപദ്ധതി എന്ന് പറയുന്നത് സോഷ്യൽ ഡോക്യുമെന്റ് മാത്രമല്ല, അതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് കൂടിയാണ്. സ്ഥിരമായ ഒരു പാഠ്യപദ്ധതി ഇല്ല. സാമൂഹിക മാറ്റങ്ങളുടെ ഭാഗമായി ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടുവാൻ, സാമൂഹിക മാറ്റങ്ങളുടെ ഭാഗമായി ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടുവാൻ അത് രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്ന് പറയുമ്പോൾ അത് ഔപചാരിക വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, നമ്മളും അടിവരയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണത്. അങ്ങനെ രൂപപ്പെടുന്ന പാഠ്യപദ്ധതി മുഴുവൻ അധസ്ഥിതരെയും ഉൾക്കൊള്ളുന്ന ഭൂരിപക്ഷത്തിന്റെ സാമൂഹിക വികസനം ലക്ഷ്യം വെക്കുന്നതായിട്ട്. ആരൊക്കെയായാണ് മാർജിനലൈസ് ചെയ്യപ്പെടുന്നത്? അവരെയെല്ലാം ഉൾച്ചേർത്തുകൊണ്ട്, അവരെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, ഓൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വലിയ സന്ദേശത്തെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് ബാലവേദി പ്രവർത്തനങ്ങൾ നമുക്ക് ഒരു വലിയ തോതിൽ, ഒരു വളരെ ഊർജത്തോടും ഇച്ഛാശക്തിയോടും കൂടി നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് ആഴത്തിലുള്ള ഇത്തരത്തിലുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തുടക്കം എന്ന നിലയിൽ എല്ലാ യൂണിറ്റിലും ഒരു ബാലവേദി എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ലക്ഷ്യമിടുന്നത്. വാസ്തവത്തിൽ ഒരു വാർഡാണ് നമ്മളുടെ ആഗ്രഹം. ആഗ്രഹത്തിലേക്ക് നടന്നെടുക്കാൻ ഫ്രോസ്റ്റ് പറഞ്ഞതുപോലെ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയുന്ന പോലെ ഒറ്റ ചാട്ടത്തിന് അങ്ങോട്ട് എത്താൻ പറ്റില്ല. ആദ്യത്തെ ചാട്ടത്തിന് നമ്മൾ ലക്ഷ്യമിടുന്നത് ഓരോ യൂണിറ്റിലും 1 എന്ന രീതിയിൽ ഒരു ഏകദേശം 2000-ഓളം ബാലവേദികളാണ്. ഈ 2000-ഓളം ബാലവേദികളിലൂടെ 1,00,000 കുട്ടികളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. 1,00,000 കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് അധ്യാപകരുണ്ടാവും, സമൂഹത്തിൽ നമ്മോടൊപ്പം ചേരുന്ന നിരവധി പ്രവർത്തകരുണ്ടായിരിക്കും. നമുക്ക് അയൽക്കൂട്ടങ്ങളുണ്ട്, കുടുംബശ്രീയുണ്ട്, റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്, ക്ലബുകളുണ്ട്, നിരവധി സംവിധാനങ്ങൾ, ലൈബ്രറികളുണ്ട്. ഒക്കെ നമ്മളോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. നമുക്കറിയാം ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം അതിനോട് നമ്മളോടത് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നിപ്പോൾ എന്നോട് മനോരമയിലത്തെ അത് നമ്മൾ വായിക്കേണ്ടതാണെന്നാണ് പറയുന്നത്. മനോരമയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു 3-4 ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന പരസ്യങ്ങൾ, വിദേശ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ കൊടുക്കാനും എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടും, അത് ഒരു പ്രത്യേക ഓരോരുത്തരും ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. ജാതി മതാണത്തോടു കൂടി അതാണോ വേണ്ടത്? പ്രത്യേക എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണോ വേണ്ടത്? അല്ലെങ്കിൽ മതനിരപേക്ഷമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള, ജനാധിപത്യ മൂല്യങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രവർത്തനക്രമം വികസിപ്പിച്ചു കൊണ്ടുവരാൻ സഹായകമായ ബാലവേദികൾ ആണോ വേണ്ടത് എന്ന് സ്വയം നമ്മൾ ചോദിക്കണം. സ്വയം ചോദിച്ച് സ്വയം ബോധ്യപ്പെടുത്തി, അനവധി തവണ പറഞ്ഞും ചിന്തിച്ചും സ്വയം ബോധ്യപ്പെടുത്തിയാൽ മാത്രമാണ് അത്തരത്തിൽ ശക്തമായി നമുക്ക് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. ഇവിടെ കൂടിയിരിക്കുന്ന ഇത്രയും ആളുകളെ വെച്ചുകൊണ്ട് ഇത് ചെയ്യുന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. അടുത്ത തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നന്നായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൂടിച്ചേരൽ കൂടി ഇതാകട്ടെ എന്ന് ആശംസിക്കുന്നു.